ഹലോ, ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിൽ പോയ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അമ്പലത്തിൽ പോയിട്ട് കുറച്ച് ദിവസമായെങ്കിലും വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ് പറ്റിയത്. ഒരു രാത്രി 9 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വെളുപ്പിന് 4:30 അവിടെ എത്തി. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, വഴി അറിയാതെ ആയാലും മഴയത്ത് പെട്ടിട്ടായാലും കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും ഒരു 4:30 ആയപ്പോൾ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതായിരുന്നു. കരിക്കൊക്കെ മടലുമ്മൽ ഇങ്ങനെ കെട്ടി തോളിലൊക്കെ കയറ്റിയിട്ട് കുറച്ച് പേര് കൂടിയിട്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അത് അവരുടെ അഭിഷേകത്തിനായിരിക്കാം, ഒരു വഴിപാടായിരിക്കാം. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ നമ്മൾ വഴിയിൽ എല്ലാ കടകളിലും ഇങ്ങനെ ഓടപ്പൂവ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാത്രം കിട്ടുന്ന, അടുത്ത മാത്രം പ്രത്യേകതയാണ് ഓടപ്പൂവ്. അവിടെ നിന്ന് മാത്രം കിട്ടുന്നതാണ്. ദക്ഷൻ്റെ താടി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നു. അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ടാൽ നല്ല ഐശ്വര്യമാണെന്നൊക്കെയാണ് വിശ്വാസം. മുള കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ഈ ഓടപ്പൂവ്. പിന്നെ കാണുന്നത് നമ്മൾ ഈ പുഴ കടന്നിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അപ്പുറത്ത് വേറെ കടവുണ്ട്, നമുക്കറിയില്ല. നമ്മൾ പോയ സ്ഥലം ഇങ്ങനെയായിരുന്നു. പുഴയുടെ മുകളിലൂടെ പാലത്തുമ്മൽ പാലം കടന്നിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പുഴയിൽ നനച്ച് കുളിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പുഴയിൽ കുളിച്ച് പോയി. അവിടെ തന്നെ കപ്പും ബക്കറ്റും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ നമ്മൾ നനച്ച് കുളിച്ചിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ചുറ്റും മലയാനും മുകളിലൂടെ മഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നതും ഒക്കെ. അതിന് നടുവിൽ അമ്പലത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഇങ്ങനെ ഓലക്കുടിലുണ്ടൊക്കെ കെട്ടിയിട്ട് വളരെ നല്ല കാഴ്ചയായിരുന്നു. വളരെ മനോഹരമായിരുന്നു. വ്യത്യസ്തമായൊരു അനുഭവമാണ് അവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ. പണ്ട് ദക്ഷയാഗം നടന്നിരുന്ന സ്ഥലം അതിൻ്റെ ഒരു ഫീലിങ്സിൽ തന്നെ അവിടെ ഇങ്ങനെ കുടിലുകളൊക്കെ കെട്ടിയിട്ട് ഓരോ കുടിലുമ്മലും ഇങ്ങനെ ഓരോ കുടുംബക്കാരുടെയാണെന്ന് തോന്നുന്ന പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ചാക്യാർകൂത്തും അങ്ങനെയൊക്കെ ഓരോ കൂത്തമ്പലം എന്നൊക്കെ പറയില്ല, അതുപോലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ കണ്ട കരിക്ക്, അതൊരു കുന്നുപോലെ ഇങ്ങനെ നിറയെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പം അന്ന് തന്നെ അവർ വെട്ടി അഭിഷേകമൊക്കെ അപ്പം തന്നെ കഴിക്കുമെന്ന് തോന്നുന്നു. അന്ന് തന്നെ ഉണ്ടാവും എന്നാണ് പറയണത്. ആ മടലുമ്മലൊക്കെ ഇങ്ങനെ അവരെന്തോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരാണോ കുടുംബമാണോ എന്താണെന്നറിയില്ല. അങ്ങനെ പേരൊക്കെ എന്തോ വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കല്ല് അരച്ചിട്ടാണ് ചന്ദനം തൊടും. കുളിച്ച് ചന്ദനം തൊട്ടിട്ടാണ് അമ്പലത്തിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു രാവിലെ 10 മണിയോടുകൂടി തിരിച്ച് പോന്നു.